മുഹമ്മദ് നബിയുടെ 1500ാമത്തെ നബിദിനത്തോടനുബന്ധിച്ച് നമ്മൾ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തുള്ള ജനങ്ങളുമായി സംസാരിക്കാമെന്നാണ്. മുഹമ്മദ് നബിയെ ഇൻസ്പയർ ചെയ്ത ആളുകളുണ്ടെങ്കിൽ മുഹമ്മദ് നബിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ചോദിക്കാൻ വരികയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോവാണ്. വാ ബ്രോ 1500ാമത്തെ നബിദിനാണല്ലോ വരാൻ പോണത്. അപ്പോൾ നബിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ നബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്. ഒരു മുസ്ലിമായ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. നബിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നബിയുടെ ഏതെങ്കിലും വചനങ്ങളൊക്കെ നിങ്ങളെ ഇൻസ്പയർ നബിയുടെ വചനങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ നബിയുടെ ജീവിതം തന്നെ ഒരു ഇൻസ്പയറിംഗ് ആണല്ലോ. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നന്മകൾ ചെയ്യാനും അല്ലേ പറഞ്ഞേക്കുന്നത്. വളരെയധികം നന്ദി, അടിപൊളിയായിട്ട് കേട്ടോ. നിങ്ങൾ വേറെ അനൂപ്, നബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നബിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. നബിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നബി നല്ല ഒരു ഇതാണ്, നല്ല ഒരു പുരോഹിതനാണ്, നല്ലൊരു ഇതാണ്. താങ്ക് യു. എന്താ പറയാനാ, മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല കാര്യങ്ങളല്ലേ ഇവിടെ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. ആ നബിനെ അടിച്ചു പൊളിച്ച് ചെയ്യുന്നുണ്ട്. നബിദിനൊക്കെ ഈ നാട്ടുകാരെല്ലാരും സഹകരിക്കുന്നുണ്ട്. ഞാനും പിരിവ് കൊടുത്തിട്ടുണ്ട്. ബ്രോ ഒരു മിനിറ്റ്, നമ്മളെ ഒരു യൂട്യൂബ് ചാനലിൽ വരികയാണ്. അപ്പോൾ നമ്മളെ മുഹമ്മദ് നബിനെ അറിയില്ല എല്ലാവർക്കും. നമ്മുടെ 1500ാമത്തെ നബിദിനാണ് പ്രാവശ്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങൾ കേട്ട വാക്യങ്ങളോ മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന നല്ലൊരു ആളാണ്. മക്ക വെച്ച് മരിച്ച ഒരാളാ, മദീന വെച്ച് മരിച്ച ഒരാളാ. അപ്പം നമ്മള് അത് കണ്ട് പഠിക്കണം. എന്ത് കണ്ട് പഠിക്കണം? നബിയുടെ ഈമാനും ജീവിതം പഠിച്ച നമ്മളെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ പേരെന്താ? അൻസിൽ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേരെന്താ? ഹുസൈൻ. നിങ്ങളുടെ പേരെന്താ? അഭിരാം. ചേട്ടാ ഒരു മിനിറ്റ്, നമ്മളെ 1500ാമത്തെ നബിദിനല്ലോ പ്രാവശ്യം വരാൻ പോകണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നബിനെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് തേടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ നബിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നബിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും നബിയെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതല്ലേ. നബിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 വരി പാട്ട് പാടാൻ പാട്ട് പാടുവോ? പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാട്ട്. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂമി കണ്ടു. അറിവിൻ്റെ കേദാരഭൂമി കണ്ടു. പൊളി. താങ്ക് യു. അപ്പൊ നബിനെ കുറിച്ച് എന്താ അഭിപ്രായങ്ങളെ? നല്ല അഭിപ്രായം. ചേട്ടാ, നമ്മളൊരു യൂട്യൂബ് ചാനലിൽ വരികയാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മുഹമ്മദ് നബി എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ മുഹമ്മദ് നബിയുടെ 1500ാമത്തെ ജന്മദിനമാണ് വരുന്ന 6-ാം തീയതി നടക്കാൻ പോകുന്നത്. മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തതിന്റെ വാക്യങ്ങളെ പറ്റി പറയാമോ? മുഹമ്മദിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമുള്ളൂ. നല്ല അഭിപ്രായമാണ്. നിങ്ങളുടെ മുസ്ലിം മത സ്ഥാപകനല്ലേ? എന്റെ ടോംസൺ. വാക്യങ്ങൾ കേട്ടിട്ടുണ്ടോ? നബിയുടെ വാക്യങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയറ് നടക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗ്ഗം. ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പോൾ കേട്ടിട്ടില്ല, ഇനിയും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക, അതുപോലെ പഠിക്കുക. ശരി, താങ്ക് യു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മുഹമ്മദ് നബി എന്ന് കേട്ടിട്ടുണ്ടോ? മുഹമ്മദ് നബിദിനം എന്ന് കേട്ടിട്ടുണ്ടോ? നബിദിനോ? കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അത് മുഹമ്മദ് നബിയുടെ പേരിൽ ആഘോഷിക്കുന്നതാണ്. നബിയുടെ 1500ാമത്തെ ജന്മദിനാണ് ഇപ്രാവശ്യം ആഘോഷിക്കാൻ പോകുന്നത്. നബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇതിനെ കുറിച്ച് കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാനെല്ലാം ആഘോഷിക്കില്ലേ? നബി ഹിന്ദുവാണ്, നമുക്ക് പ്രശ്നമില്ല. ഓക്കെ. നബിനെ കുറിച്ച് എന്താ അഭിപ്രായം? മുഹമ്മദ് നബി എന്ന് കേട്ടിട്ടല്ലേ? മുഹമ്മദ് നബിദിനം എന്ന് കേട്ടിട്ടല്ലേ? ഞാൻ യൂട്യൂബിലൊന്നും അങ്ങനെ വലിയ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കേട്ടിട്ടുള്ളൂ. എനിക്ക് കേട്ടതിൽ വെച്ചിട്ട് എന്താണ് അഭിപ്രായം? കേട്ടതിൽ വെച്ചിട്ട് എനിക്കതിനെ കുറിച്ച് ഒന്നാമത്തെ എനിക്ക് അറിയില്ല. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ലോകത്തിന് അനുഗ്രഹമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഇസ്ലാം മത സ്ഥാപകനാണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഒരുപാട് വചനങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് ആൾക്കാർ, ഗാന്ധിജി പോലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയറ് നിറക്കുന്നത് നമ്മൾ പെട്ടവനല്ല, ഉമ്മാന്റെ കാലടിപാടിലാണ് സ്വർഗം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മാനസിക മൂല്യങ്ങൾ നൽകിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാൻ വേണ്ടി ശ്രമിക്കാം. ആനന്ദ്. എൻ്റെ പേര് ഫാരിസ്. നമ്മളെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. 1500ാമത്തെ നബിദിനാണല്ലോ നടക്കാൻ പോകുന്നത്.
പിന്നെ മുഹമ്മദ് നബി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും വാക്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയാവുന്ന ഇങ്ങനെ ന്യൂസുകളൊക്കെ ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാം. ഓരോ കാര്യങ്ങളാകുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിന്റെ നബിദിനം ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ നമുക്ക് അറിയാം. അറിയാവുന്നതാണ്. ഇനിയിപ്പോ അടുത്ത നബിദിനം ആയല്ലേ? നബിദിനം. 5-ാം തീയതി ഉണ്ടായിട്ടില്ലേ? 5-ാം തീയതി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അശോകൻ. അശോകൻ. ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നബിദിനം നല്ല ഇതാണ്. എല്ലാ ഇപ്പോഴുള്ള ഒരു വർഷത്തിൽ ഒരു തവണ വരുന്നത് എല്ലാവർക്കും അതൊരു സന്തോഷം. ഈ നബിദിനം എന്ന് കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500-ാമത്തെ ജന്മദിനാണ് മുഹമ്മദ് നബിയുടെ നടക്കുന്നത്. മുഹമ്മദ് നബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും വാക്യങ്ങൾ കേട്ടിട്ട് അതുപോലെ ഞങ്ങളോട് പറയാവുന്നത്? അറിയത്തില്ല. മുഹമ്മദ് നബി എന്ന് കേട്ടിട്ടില്ലേ? മുഹമ്മദ് നബിയുടെ ഒരുപാട് വചനങ്ങൾ ഉണ്ടായാലും ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം, അതുപോലെ അയൽവാസി പട്ടിണിയെടുക്കുമ്പോൾ വയറ് നടക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുത്ത ഒരു പ്രവാചകനായിരുന്നു. ലോകത്തിന് മൊത്തം അനുഗ്രഹമായിരുന്നു. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. പേരെന്താ? ഋത്തിൻ കൂടുതലായിട്ട് മുഹമ്മദ് നബിയെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ.